ഒബ്സഷൻ സൂപ്പർ പടമാട്ടോ. ഒന്നും പറയാനില്ല. ഇത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ഡാർക്ക് സൈഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഹൊറർ മൂവി അങ്ങനെ പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സൂപ്പർ പടം. അതിൻ്റെ ഒരു എസ്പെഷ്യലി പറയാൻ അതിൻ്റെ മേക്കിംഗ് രീതിയാണ്. ഇതിൻ്റെ ഡയറക്ടർ കറി ബാർക്കറുടെ യൂട്യൂബ് ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇയാളുടെ യൂട്യൂബിൽ കയറിയൊക്കെ നോക്കി. ഈ പുള്ളിക്കാരൻ വന്നത് ഇൻഡസ്ട്രിയിലോട്ട് വന്നത് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടാണ് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ചെയ്ത വർക്കുകൾ കിടപ്പുണ്ട്. അതിൽ ഞാൻ ഇത് ചെയറെന്നും പറഞ്ഞൊരു വർക്ക് എടുത്ത് നോക്കി. എൻ്റെ പൊന്നോ, എനിക്ക് ഈ ഒബ്സഷനെക്കാളും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം വന്നു കഴിഞ്ഞാൽ താല്പര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരു താല്പര്യമാണ്, അങ്ങനെ ഒരു മൂവി വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്നു ഞാൻ. അപ്പോൾ അത് ചെയർ. അപ്പോൾ ഇതിനൊക്കെ ഒരു സിമിലർ ആയിട്ട് ആളുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിങ്ങും കുറേ ഇൻഫ്ലുവൻസ് ഈ ഒബ്സഷൻ ഉണ്ട്. പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഭിനവ് സുന്ദർ നായക് അങ്ങനെയല്ലേ പേര്, നമ്മുടെ ഇതിൻ്റെ മോളിവുഡ് ടൈംസിൻ്റെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിൻ്റെ ഒക്കെ ഡയറക്ടർ. പുള്ളിയുടെ പടത്തിനൊരു സിഗ്നേച്ചർ ഉള്ള പോലെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ ഈ പടത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഫീൽ ഗുഡ് മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ ഗോർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ബ്ലഡ് ഷെഡ് ഇഷ്ടമല്ല, ബ്ലഡ് ബാത്ത് ഇഷ്ടമല്ല, വയലൻസ് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പടം പോയി കാണരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ, നമ്മുടെ മലയാളം മൂവീസിൽ, ഇന്ത്യൻ മൂവീസിലെ കാണിക്കുന്ന പോലെ ഇപ്പോൾ ഒരാളുടെ തലയ്ക്ക് വെടിവെക്കുന്ന ഷോട്ടാണെങ്കിൽ അങ്ങ് മാറ്റി നിർത്തിയിട്ട് വെടിവെച്ചിട്ട് വേറെ ആംഗിളിൽ നിന്ന് അത് കാണിക്കാതെ അങ്ങ് ഒഴിഞ്ഞു മാറും, എന്നിട്ട് യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഇതിന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ, മാർക്കമൊക്കെ വന്നിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ മൂവീസ്. ഈ ഒളിച്ചുകളി ഇപ്പോൾ മലയാളം മൂവീസിൽ, ഇന്ത്യൻ മൂവീസിൽ ഇപ്പോൾ ഇല്ല, പക്ഷെ ഒരിടയ്ക്ക് വരെ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒളിച്ചുകളി ഇവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് ആ ഒരു വെർജിനായിട്ട് അതിനെ നേക്കഡായിട്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എസ്പെഷ്യലി പറയാനുള്ളത്, സെൻസർ ബോർഡ് ഇവിടെ കട്ട് ചെയ്ത ആ ഒരു 10 സെക്കൻഡ്സ് എത്ര സെക്കൻഡ്സ് ഒക്കെ ഉള്ള വീഡിയോ ഞാൻ കണ്ടു. ആ സെൻസർ ബോർഡ് എന്തിനാ അത് കട്ട് ചെയ്ത്? കട്ട് ചെയ്യാതെ ഈ തിയേറ്ററിൽ പടം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ കട്ട് ചെയ്യാതെ ആ സീൻ ഞാൻ പറഞ്ഞുതരാം, ഇച്ചിരി സ്പോയിലറാണ്. കാറിലിരിക്കുന്ന ഒരാളെ സ്റ്റിയറിങ്ങിലോട്ട് ഇടിച്ചിടിച്ച് കൊല്ലുന്നതാണ് സീൻ. അപ്പോൾ ഇത് വരുന്നു, ഇടിക്കുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട്, വരാൻ പോവാണ്, അവിടെ വന്നിട്ട് അത് നടക്കാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സെൻസർ ബോർഡ് ഇത് വരുന്നതും കാണിക്കുന്നില്ല, ഇടിക്കുന്നതും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കാതെ എന്താ പറയുക, ഒരു ജംപ് സ്കെയർ പോലെ കട്ടിട്ടേക്കുന്നത്. ജംപ് സ്കെയർ പോലെ കട്ടിട്ട് ഞെട്ടിപ്പോവും നമ്മൾ ആ തിയേറ്ററിൽ, നമ്മൾ ഓൺ ദ സ്പോട്ട് ഞെട്ടിപ്പോവും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തത് ആണ്, ഇവർ കട്ട് ചെയ്തതാണെന്ന് അറിയത്തില്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെയുള്ള വയലൻസ് സീൻ കാണിക്കാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കട്ട് ചെയ്തതാണെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു കട്ട് ചെയ്യേണ്ടത്. ഇത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും പടത്തിൻ്റെ ഒരു അപ്രോച്ച്, പടത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു പോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം വൻ ആയി എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് വരണം നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രിയിലോട്ട്. ഇങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് വന്ന് ഇങ്ങനെയുള്ള നല്ല നല്ല ക്രിയേഷൻസ് തരണം. അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. നല്ലൊരു മൂവി, എല്ലാവരും കണ്ടു എന്നെനിക്കറിയാം. ഞാൻ ഈ വീഡിയോ റിവ്യൂ ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. പക്ഷേ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര നെഗറ്റീവായിരുന്നു. കാര്യം ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വേറൊരു മൂഡിലോട്ട് പോയി. നമ്മൾ ആ സിനിമയിലായിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യും ആ സിനിമ, അതിനകത്തോട്ട് ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ അതിനകത്ത് ട്രാപ്പ് ചെയ്ത് കളയും. നമ്മൾ അത്രയും സമയം അതിനകത്ത് ഇൻവെസ്റ്റഡ് ആയിരിക്കും, ആ മൂവിയിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കും. ഞാൻ കണ്ടത് നമ്മുടെ മരട് ഫോറം മോളിലുള്ള PVR PXL ഫോർമാറ്റിലാണ് ഞാൻ കണ്ടത്, ആ സ്ക്രീനിലാണ് കണ്ടത്. ആ സ്ക്രീനാണെങ്കിൽ ഹ്യൂജ് ഒരു സ്ക്രീനുമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിപ്പോയി. എനിക്ക് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ സിനിമയുടെ ഒരു മൂഡ്, ആ സിനിമയുടെ ഒരു ഫീലിങ്സിൽ നിന്ന് എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പോയി നമ്മുടെ ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നൊരു സിനിമ കാണുന്നത്. ആ സിനിമ കണ്ടപ്പോൾ, അത് ഈ ഒബ്സഷന് മുന്നേ ഇറങ്ങിയ പടമാണ്, നമ്മുടെ ഹ്യൂജ് ജാക്ക്മാനൊക്കെ അഭിനയിക്കുന്ന ഒരു ഫെയറി ടെയിൽ പോലത്തെ ഒരു പടമാണ്. ആക്ച്വലി അതൊരു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. ഞാൻ പോയി കണ്ടു. എന്തൊരു പടം അത്! ഈ നമ്മളൊരു ചെറുകഥ വായിക്കുക എന്ന് പറയത്തില്ലേ, ഒരു ചെറിയൊരു പുസ്തകം, ഒരു ബാലരമയിലുള്ള നമ്മുടെ പഴയ ബാലരമയിൽ ഈ ചെറിയ ചെറുകഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ചിത്രകഥകളൊക്കെ വായിക്കുന്ന പോലെ ഒരു ഫീൽ ഗുഡ് സാധനം. എന്തോ പറയാനാന്ന് പറ. അതിനകത്ത്
എനിക്ക് സത്യം പറഞ്ഞ് ഈ ഒബ്സഷൻ കണ്ടിറങ്ങി ആ ഫീൽ ഗുഡ് കണ്ട് ഈ സിനിമയിലോട്ട് വന്ന് ഫീൽ ഗുഡ് കണ്ട് ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടി കണ്ട പടമാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കൈയടിച്ചു പോയി. അമ്മാതിരി മേക്കിംഗ് ആയിരുന്നു ആ പടത്തിന്. ഞാൻ മൊത്തം ഹൈപ്പ് കൂട്ടി പറയുകയൊന്നുമല്ല. ഒരു ഡിഫറെൻ്റ് അപ്രോച്ച്. ഒരു എന്താ പറയുക, ഒരു ഫെയറി ടെയിൽ, ഒരു ഫീൽ ഗുഡ് പടം എടുക്കുന്നെങ്കിലും അതിനകത്ത് എന്താ പറയുക, ഒരു നല്ല ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള മൂവീസ് നമ്മുടെ ഈ മലയാളം മൂവീസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിലോ ഇങ്ങനെ വരുന്നില്ല. ഞാനത് കാണുന്നില്ല. ഇങ്ങനെ ഫെയറി ടെയിൽ പോലത്തുള്ള പടങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുക. നല്ല നല്ല പടങ്ങളുണ്ടെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാം, ഞാൻ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ കണ്ട 2 മൂവീസ്. അതിനെപ്പറ്റി പറയാൻ കുറേ ലേറ്റായിപ്പോയി. ഞാൻ റിലീസിൻ്റെ അന്ന് പോയി കണ്ടതാണ് ഈ ഒബ്സഷൻ. ഷീപ്പ് ഡിറ്റക്റ്റീവ് വന്നിട്ട് നേരത്തെ ഇറങ്ങി. പക്ഷേ ഞാൻ ഈ ഒബ്സഷൻ കണ്ടിട്ട് ആ ഒരു ഫീല് മാറ്റാൻ വേണ്ടി കണ്ടതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ സ്റ്റോറി. അത്രേ ഉള്ളൂ. ഒബ്സഷനും ഷീപ്പ് ഡിറ്റക്റ്റീവും. വാവ്! എന്തൊരു കോമ്പിനേഷൻ. ലൈക്ക് വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും പോലെ. ബോത്ത് ആർ ഗുഡ് ബട്ട് ഇൻ ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ബൈ.